കഥയെ ആരംഭിക്കുന്നത് 1984 അമേരിക്കയിലെ മിഷിഗൺ. അവിടെ ഇറാനിയൻ ഫിസിഷ്യനായ സയ്യിദ് ബൊസോഗ് മൂദി സന്തോഷത്തോടെ സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ജീവിക്കുകയായിരുന്നു. തന്റെ കുടുംബത്തിനൊപ്പം മൂഡിയുടെ ഭാര്യ ബെറ്റി, മകൾ മഹ്തോബ് എന്നിവർ മൂഡിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മൂഡി കാര്യം ഒരു ഇറാനിയൻ പൗരനാണെങ്കിലും കഴിഞ്ഞ 20 കൊല്ലമായി അയാൾ അമേരിക്കയിലുണ്ട്. ബെറ്റിയും മൂഡിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് 7 കൊല്ലക്കാലം പിന്നിട്ടിരുന്നു. കാര്യം ഇത്രയും കൊല്ലം അമേരിക്കയിൽ അവിടെ സേവന മേഖലയിൽ വർക്ക് ചെയ്തിട്ടും പലപ്പോഴും മൂഡി ബുള്ളിയിങ് ഏറ്റുവാങ്ങാറുണ്ടായിരുന്നു. അതയാളെ പലപ്പോഴും വിഷമിപ്പിക്കാറുമുണ്ട്. എന്നിരുന്നാലും ബെറ്റി മൂഡിയെ ആശ്വസിപ്പിക്കും. ബെറ്റി മൂഡിയെ അക്സെപ്റ്റ് ചെയ്തതാണല്ലോ, പക്ഷേ ഈ ആളുകളൊക്കെ എന്താ ഒരു വിദേശ പൗരനെ പോലെ ഭർത്താവിനോട് പെരുമാറുന്നത് എന്നായിരുന്നു ബെറ്റിയുടെ ആശങ്ക. ഒരു ദിവസം മൂഡി തന്റെ മകൾക്ക് ബെഡ് ടൈം സ്റ്റോറി വായിച്ചു കൊടുക്കുകയായിരുന്നു. കഥയ്ക്കിടയ്ക്ക് വെച്ച് മകൾ മൂഡിയോട് ചോദിച്ചു, എന്റെ ഒരു കൂട്ടുകാരി ഇന്നെന്നോട് ദേഷ്യപ്പെട്ടു. അവർ അമേരിക്കൻസ് ആണെന്നും നീ ഇറാനിയൻകാരിയാണെന്നും ഞങ്ങൾക്ക് നിങ്ങളോട് വെറുപ്പാണ് എന്ന മട്ടിലും പറഞ്ഞു. നമ്മൾ ഇറാനിയൻസ് ആണോ? അവള് പറഞ്ഞത് ശരിയാണോ? പക്ഷേ മൂഡി പറഞ്ഞു, നിന്റെ കൂട്ടുകാരിക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്. നമ്മളും അവരെ പോലെ തന്നെ അമേരിക്കക്കാരാ. 20 കൊല്ലമായി നിന്റെ വാപ്പച്ചി ഇവിടെ വന്നിട്ട്. ഇതേസമയം മറുവശത്ത് മറ്റു ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. മൂഡിയുടെ ഫാമിലിയുടെ അടുക്കൽ നിന്ന് പലപ്പോഴായി അവന് കോൾ വരുമായിരുന്നു. അവനോട് നാട്ടിലേക്ക് ചെല്ലാനും അവന്റെ ഭാര്യയെയും മകളെയും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അത്. അതിനെപ്പറ്റി മൂഡി ബെറ്റിയോട് സംസാരിച്ചു. പക്ഷേ ബെറ്റി പറഞ്ഞു, അങ്ങനാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കൂ. അവിടുത്തെ അവസ്ഥയും കാര്യങ്ങളുമൊന്നും ഇപ്പോൾ അത്ര ഓക്കെ അല്ല. ഇറാഖും ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു അത്. പക്ഷേ മൂഡി ബെറ്റിയോട് കുറെ സംസാരിച്ചു. നിന്നെയും മോളെയും സുരക്ഷിതമാക്കി നോക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ, പോയിട്ട് വേഗം തിരിച്ചു വരാം എന്നൊക്കെ മൂഡി പറഞ്ഞപ്പോ മനസ്സില്ലാ മനസ്സോടെ ബെറ്റിയും അതിന് സമ്മതിച്ചു. പക്ഷേ ആ യാത്ര അത്രമേൽ ഭയാനകമായ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ സംഭവിപ്പിക്കും എന്ന് ബെറ്റി അപ്പോൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ബെറ്റി മൂഡിക്കും മകൾക്കുമൊപ്പം ഇറാനിലെത്തി. സന്തോഷത്തോടെ മൂഡിയുടെ കുടുംബം അവരെ സ്വീകരിച്ചിരുന്നു. പക്ഷേ അവര് വന്നപ്പോ ഒരു പർദ്ദയടക്കം കൊണ്ടുവന്നിട്ടുണ്ട്. വന്നപാടെ അവർ ബെറ്റിക്കത് ധരിക്കാൻ പറഞ്ഞു കൊടുത്തു. ഒപ്പം ശിരോവസ്ത്രവും. ഇറാനിലെ നിയമങ്ങൾ വളരെ കർക്കശമായിട്ടുണ്ട്. ഇസ്ലാമിക് ശരീഅത്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നത്. മൂഡിക്കാണെങ്കിൽ ഇസ്ലാമിക ശരിയ നിയമത്തിനെ പറ്റിയും ആ ഒരു ജീവിതത്തെ പറ്റിയും ഒരൈഡിയയുമില്ല. അതിന്റെ പേരിൽ മൂഡിയുടെ വീട്ടുകാരിൽ നിന്ന് പോലും അവൾക്ക് ശകാരങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. 5 നേരം നമസ്കാരവും അന്യപുരുഷന്മാരോട് സംസാരിക്കാതിരിക്കലും അങ്ങനെ കുറെ റെഗുലേഷൻസ് സ്ത്രീകൾക്കുമേൽ അവിടെ ഉണ്ടായിരുന്നു. പോകുന്ന വഴിയിൽ അവർ മാർക്കറ്റിൽ ഇറങ്ങി. അപ്പോഴാണെന്ന് സംഭവിച്ചത്. തോക്കേന്തിയ അവിടുത്തെ ഒരു വിപ്ലവകാരി പോലീസുകാരി സ്ത്രീ അങ്ങോട്ടേക്ക് ഓടിയെത്തി. ബെറ്റിയുടെ മുടി പൂർണ്ണമായും മറച്ചിരുന്നില്ല. അവർ നിയമം തെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വലിയ പ്രശ്നം തന്നെ സൃഷ്ടിക്കാൻ തുടങ്ങി. ബെറ്റി പുറത്തു നിന്നുള്ളതാണെന്നും ഇവിടുത്തെ രീതികൾ അറിയില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു തരത്തിൽ പ്രശ്നം പരിഹരിക്കാൻ തന്നെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. അതിന്റെ പേരിൽ മൂഡിയുടെ കുടുംബത്തിനും അവരോട് ദേഷ്യം തോന്നാതിരുന്നില്ല. ഇത്രകാലം വിദേശത്ത് താമസിച്ചപ്പോ നാട്ടിലെ രീതികൾ മൂടി മറന്നുപോയി. അവൻ അവന്റെ കുടുംബത്തെ അതൊന്നും പരിശീലിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് മൂഡിക്ക് നേരെയും കുറെ സംസാരമുണ്ടാകുന്നുണ്ട്. ഇത്രയൊക്കെ നടന്നിട്ടും ബെറ്റി ദേഷ്യമൊന്നും കാണിച്ചിരുന്നില്ല. 2 ആഴ്ചത്തെ ലീവിന് വന്നതാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമല്ലോ. മൂഡിയോടും അവൾക്ക് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. തന്റെ ബന്ധുക്കളുടെ ഒപ്പം കുറച്ചുനാളെങ്കിലും നിന്ന് മൂഡിയൊന്ന് സന്തോഷിച്ചോട്ടെ എന്നായിരുന്നു ബെറ്റി ചിന്തിച്ചത്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മൂഡി ബെറ്റിയോട് പറഞ്ഞു, നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന്റെ 2 ദിവസം മുമ്പ് അമേരിക്കയിലെ എന്റെ ജോലി പോയി. അവരെന്നെ പുറത്താക്കി. ഞാനത് ഇങ്ങോട്ടേക്ക് വരുന്ന കാരണം നിന്നോട് മറച്ചു വെച്ചതാണ്. ബെറ്റി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. തിരികെ പോയി നമുക്ക് അവർക്കെതിരെ കേസ് കൊടുക്കാം. എന്തെങ്കിലും പരിഹാരമുണ്ടാക്കാം. നാളെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടാം. പിന്നാലെ ബെറ്റി പാക്ക് ചെയ്യാനും ആരംഭിച്ചു. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് മൂഡിയുടെ സഹോദരൻ കടന്നു വന്നത്. അവനിൽ നിന്നും ഒരു വിവരം അപ്പോഴാണ് ബെറ്റി അറിയുന്നത്. തിരികെ അവർക്ക് അമേരിക്കയ്ക്ക് പോകാൻ അത്ര എളുപ്പമല്ല. അവരുടെ പാസ്പോർട്ട് വിസയടിക്കാനും മറ്റും 3 ദിവസം മുമ്പേ എയർപോർട്ടിലും മറ്റുമായി ഏൽപ്പിക്കണം. അതും അടുത്ത ഫ്ലൈറ്റ് എപ്പോഴാണോ അപ്പോൾ മാത്രമേ പെർമിഷൻ കിട്ടിയാൽ അവർക്ക് മടങ്ങാൻ പറ്റൂ. ബെറ്റിക്ക് അത് കേട്ടതും ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. മൂഡിക്ക് ഇക്കാര്യം അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനാണെങ്കിൽ നേരത്തെ ഈ പ്രോസസ് ഒക്കെ ചെയ്യാമായിരുന്നല്ലോ. വന്നിട്ട് 2 ആഴ്ച തീരാറാവുന്നു. മൂഡി ഇതെല്ലാം ഇനി തന്നോട് മറച്ചു വെച്ചതാണോ? ബെറ്റി പറഞ്ഞു, കുഴപ്പമില്ല, നമുക്കെന്തായാലും എയർപോർട്ടിൽ പോകാം. അവരോട് കാര്യങ്ങൾ സംസാരിക്കാം. എന്തെങ്കിലും പരിഹാരമുണ്ടാവാതിരിക്കില്ല. പക്ഷേ മൂഡി അതിന് സമ്മതിച്ചില്ല. ഉള്ള സത്യങ്ങൾ അയാൾ ബെറ്റിയോട് പറഞ്ഞു. ഞാൻ തിരിച്ചു പോവാൻ ഉദ്ദേശിച്ചിട്ടല്ല ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ജോലി ചെയ്യും. നമ്മൾ ഇവിടെ താമസിക്കും. ബെറ്റിക്ക് അത് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ ഭർത്താവ് കള്ളം പറഞ്ഞ ചതിച്ചാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്ന്. ബെറ്റിയാകെ നിരാശയിലാണ്ടു. നിസ്സഹായതയിൽ അവൾ ദേഷ്യപ്പെട്ടു, കരഞ്ഞു. പക്ഷേ മൂഡി അതൊന്നും ചെവികൊണ്ടതേയില്ല. തന്റെ ഫാമിലിക്കൊപ്പം തന്റെ നാട്ടിൽ ജീവിക്കണം എന്നാണ് മൂഡി പറയുന്നത്. നമുക്ക് വെക്കേഷൻ ഇവിടെ വരാം, തിരികെ പോകാം എന്നൊക്കെ ബെറ്റി അപേക്ഷിച്ചെങ്കിലും മൂഡി അതൊന്നും ചെവികൊള്ളുന്നേ ഉണ്ടായിരുന്നില്ല. മകളുടെ കാര്യം ബെറ്റിയെടുത്തിട്ടു. ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ നിയമങ്ങളൊക്കെ
ഫോളോ ചെയ്ത് നമ്മുടെ മകൾ വളർന്നാൽ അത് നന്നാവില്ല, അവളുടെ ജീവിതത്തെ അത് ബാധിക്കും, നമുക്ക് തിരികെ പോകാം എന്ന് ബെറ്റി പറഞ്ഞു. മൂടി പക്ഷേ അതും ചെവികൊണ്ടില്ല. അവർ തമ്മിൽ വാക്കുതർക്കം നടന്നു. ഒടുവിൽ മൂടി ബെറ്റിയെ കയ്യോങ്ങിയടിച്ചു. താൻ പറയുന്നത് കേട്ട് ഇവിടെ നിന്നാൽ മതിയെന്ന് ആക്രോശിച്ചു. ബെറ്റി പിന്നാലെ മൂടിയുടെ കുടുംബത്തോട് സംസാരിച്ചു. തങ്ങളെ തിരികെ അയക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അവിടെയും ബെറ്റി ഒറ്റപ്പെട്ടതേയുള്ളൂ. ഭർത്താവിന്റെ വാക്ക് ധിക്കരിക്കുന്ന സ്ത്രീ, ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത സ്ത്രീ തെറ്റുകാരിയാണ് എന്നതായിരുന്നു അവരുടെ പക്ഷം. കാര്യങ്ങൾ കൂടുതൽ വഷളായി. ബെറ്റിയും മകളും ഒരു മുറിയിലടയ്ക്കപ്പെട്ടു. വീട്ടു തടങ്കലെന്ന പോലെ പുറത്തേക്ക് പോകാനോ ഫോൺ വിളിച്ച് അമേരിക്കയിലുള്ളവരുമായി സംസാരിക്കാനോ ഒന്നും ബെറ്റിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പാരന്റ്സിനോട് പോലും സംസാരിക്കാൻ കഴിയാതെ ബെറ്റി അവിടെ കിടന്ന് ശ്വാസം മുട്ടി. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ബെറ്റിക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഇസ്ലാമിക നിയമങ്ങളും രീതികളും ബെറ്റിയെ വീർപ്പ് മുട്ടിച്ചു. മൂടിയാകട്ടെ ഭക്ഷണവുമായി മാത്രം മുറിയിലെത്തും. ബെറ്റിയെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കും. ബെറ്റി അതിന് സമ്മതിക്കാതെ വരുമ്പോ അയാൾ ഇറങ്ങിപ്പോകും. ദിവസങ്ങൾ കടന്നുപോയി. മൂടിക്ക് മേലുള്ള ബെറ്റിയുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടിരുന്നു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ കൂടിയും അവരുടെ വിശ്വാസം പിടിച്ചുപറ്റണം എന്ന് ബെറ്റിക്ക് തോന്നി. അതോടെ മൂടി ആഗ്രഹിക്കുന്ന രീതിയിൽ അയാൾ പറയുന്നത് അനുസരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ ബെറ്റി തീരുമാനിച്ചു. അങ്ങനെ ബെറ്റിക്ക് ഒരു അവസരം കിട്ടി. ബെറ്റിയുടെ അമ്മയുമായി സംസാരിക്കാൻ തന്റെ വിഷമങ്ങൾ അവൾ അമ്മയോട് പറഞ്ഞു. അപ്പോഴാണ് ബെറ്റി ഒന്ന് മനസ്സിലാക്കുന്നത്, യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ അമേരിക്കൻ എംബസി അടച്ചിരിക്കുകയാണ്. നിലവിൽ എംബസി സേവനങ്ങൾ ലഭ്യമല്ല. ആകെയുള്ള വഴിയെന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിന്റെ എംബസിയിൽ പോവുകയാണ്. സ്വിസ് എംബസിയിൽ അമേരിക്കൻ താൽപര്യ വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാം. പക്ഷെ അപ്പോഴേക്കും മൂടി കടന്നു വന്നിരുന്നു. മൂടി ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഒരു ദിവസം സ്വിസ് എംബസി നമ്പർ ബെറ്റിയുടെ കയ്യിൽ കിട്ടി. ബെറ്റി അങ്ങോട്ടേക്ക് കോണ്ടാക്ട് ചെയ്തു. താൻ ഇവിടെ ഒരു വീട്ടിൽ ബന്ദിയായിട്ടാണ് ഉള്ളതെന്നും തന്നെ രക്ഷിക്കണം എന്നൊക്കെ അവൾ ഫോൺ കോളിലൂടെ റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ നിർഭാഗ്യവശാൽ ബെറ്റിയുടെ ശബ്ദം മറുവശത്ത് കൃത്യമായി എത്തുന്നുണ്ടായിരുന്നില്ല. അവർ ഒന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ബെറ്റി എന്ന് കോൾ ചെയ്ത കാര്യമൊക്കെ മൂടിയുടെ ചെവിയിലെത്തി. മൂടി വന്ന് ബെറ്റിയോട് ദേഷ്യപ്പെട്ടു. നീ എവിടെയാണെന്ന നിന്റെ വിചാരം? നീ എന്റെ വീട്ടിലാ ഉള്ളത്. നിന്നെ ഇവിടെയുള്ള എല്ലാവരും നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം എന്ന് നീ കരുതണ്ട. ദിവസങ്ങൾ മുമ്പോട്ട് പോയി. ഒരു ദിവസം ബെറ്റിക്ക് പുറത്തിറങ്ങാൻ ഒരു അവസരം കിട്ടി. മകളുമായി ബെറ്റി പുറത്തെത്തി. ഇതിനിടയിൽ വിദഗ്ധമായി അവിടെ നിന്ന് മാറി സ്വിസ് എംബസിയിലേക്കും എത്തിച്ചേർന്നു. അവരോട് ബെറ്റി കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ എത്തിയപ്പോൾ തന്നെ ബെറ്റിക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. താൻ രക്ഷപ്പെടും. ഇനിയിപ്പോൾ തിരികെ വീട്ടിലേക്ക് പോകണ്ട. കാര്യങ്ങൾ ഓക്കെ ആവുന്നവരെ ആ എംബസിയിൽ തുടരാം. പക്ഷെ അവിടുത്തെ ഓഫീസർ പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ ഇവിടെ ഈ എംബസിയിൽ തുടരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഒരു ഇറാനിയൻ പൗരനെയാണ് വിവാഹം കഴിച്ചത്. ഇറാനിയൻ നിയമങ്ങൾ ശരീഅത്ത് നിയമപ്രകാരം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. നിങ്ങളൊരു ഇറാനിയൻ പൗരനെ വിവാഹം കഴിച്ചപ്പോഴേ നിങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടിക്കഴിഞ്ഞു. ഞാനൊരു ഇറാനിയൻകാരനെ വിവാഹം കഴിച്ചു, അത് ശരിയാണ്. പക്ഷേ ഞാൻ എന്റെ അമേരിക്കൻ പൗരത്വം ഉപേക്ഷിച്ചിട്ടില്ല. ശരിയായിരിക്കാം. പക്ഷേ നിങ്ങളൊരു ഇറാനിയൻ പൗരനെ വിവാഹം ചെയ്തതോടെ നിയമപ്രകാരം നിങ്ങളും ഇവിടെ ഒരു ഇറാനിയൻകാരിയായി. നിങ്ങളുടെ ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ പറ്റില്ല. എയർപോർട്ടിൽ നിങ്ങൾ തടയപ്പെടും. ഇനിയിപ്പോൾ അയാളെ ഡിവോഴ്സ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോവാൻ നോക്കിയാലും ഇവിടുത്തെ നിയമപ്രകാരം മകളെ അയാളുടെ കൂടെ വിടേണ്ടി വരും. നിങ്ങൾക്ക് മാത്രമേ തിരികെ പോവാൻ പറ്റൂ. എന്നോട് ക്ഷമിക്കണം. നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ എനിക്ക് സാധിക്കില്ല. ബെറ്റി അത് കേട്ടാകെ തകർന്നുപോയി. തന്റെ മകളെ വിട്ടുകളയൽ ബെറ്റിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. തിരികെ മൂടിയുടെ വീട്ടിലേക്ക് പോവുകയല്ലാതെ വഴിയില്ല എന്ന് ബെറ്റിക്ക് മനസ്സിലായി. പോകുന്നതിനു മുമ്പ് മകളെ അവൾ പറഞ്ഞ് മനസ്സിലാക്കി, വീട്ടിലെത്തിയാൽ നമ്മൾ എവിടെ പോയി എന്നും മാപ്പ് ചെയ്യും. മറ്റുള്ളവരും ചോദിക്കും, നമ്മൾ പുറത്ത് നടക്കാൻ പോയതാണെന്നും വഴിതെറ്റി എവിടെയൊക്കെയോ പെട്ടുപോയി എന്നും വേണം നീ മറുപടി പറയാൻ. ബെറ്റിയുടെ മകളും അത് സമ്മതിച്ചു. പക്ഷെ വീട്ടിലെത്തി ചോദ്യോത്തരമൊന്നും ഉണ്ടായില്ല. മൂടി ബെറ്റിയെ തല്ലി. ഇനിയും നീ ഇതുപോലെ വല്ലതും ചെയ്താൽ നിന്നെ തീർത്തുകളയും എന്ന മട്ടിൽ ഭീഷണിയും അവൾക്ക് കേൾക്കേണ്ടി വന്നു. ബെറ്റിയുടെ ഉള്ളിൽ കൂടുതൽ ഭയം വളർന്നിരുന്നു. നാളുകൾ വീണ്ടും മുമ്പിലേക്ക് പോയി. മൂടിയുടെ വിശ്വാസം പിടിച്ചു പറ്റണം. അപ്പോഴാണ് മകളുടെ ബർത്ത്ഡേ വന്നത്. അത് വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ മൂടി പദ്ധതിയിട്ടിരുന്നു. അതിന്റെ ഒരുക്കങ്ങളും നടത്തി. ബെറ്റിക്ക് അതിലൊക്കെ ചെറിയ ആശ്വാസം കിട്ടിയിരുന്നു. അന്ന് രാത്രിയിൽ ബെറ്റി മൂടിക്കടുത്തെത്തി സംസാരിച്ചു. നമ്മൾക്ക് പഴയ പോലെ സന്തോഷത്തോടെ ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അത് കേട്ട് മൂടിക്കും വലിയ ആശ്വാസം തോന്നി. താൻ പറയുന്നത് കേട്ട് ബെറ്റി അവിടെ നിൽക്കുമല്ലോ എന്നായിരുന്നു മൂടി ചിന്തിച്ചത്. ബെറ്റിക്കാകട്ടെ എങ്ങനെയും മൂടിയുടെ ട്രസ്റ്റ് പിടിച്ചു പറ്റണം, എന്നിട്ട് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കണം എന്ന് മാത്രമായിരുന്നു. പക്ഷേ ആ വീട്ടിൽ തുടർന്നാൽ തനിക്കെങ്ങനെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്താൻ പറ്റില്ല. കൃത്യമായി ബെറ്റിക്ക് അത് അറിയാമായിരുന്നു. ബെറ്റി അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകുടുംബത്തിനൊപ്പം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലെന്നും ഇവിടെ എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാകുന്നുണ്ട്. നമുക്ക് നിങ്ങളുടെ സഹോദരന്റെ വീട്ടിലേക്ക് മാറിയാലോ? നിങ്ങളുടെ മൂത്ത സഹോദരിക്ക് എന്നെ ഇഷ്ടമില്ലാതുള്ളൂ, ബാക്കിയുള്ളവർക്ക് എന്നെ ഇഷ്ടമാണ് എന്ന മട്ടിൽ
നാട്ടിലൊക്കെ പറ്റി പറയുകയും ചെയ്തു. മാമൽ എന്ന മൂടിയുടെ ഒരു സഹോദരൻ അപ്പോൾ പിതാവായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു പുതിയ കുട്ടി കൂടിയുണ്ട്. ആ കുട്ടിയെ നോക്കുവാനും എനിക്ക് പറ്റുമല്ലോ, അവർക്കും അത് വലിയ സഹായമാകും എന്ന് ബെറ്റി പറഞ്ഞപ്പോ അത് നല്ലതാണല്ലോ എന്ന് മൂടിക്കും തോന്നി. ബെറ്റി അവിടെ തുടരാമെന്ന് തന്നെ പറഞ്ഞല്ലോ, സന്തോഷത്തോടെ ജീവിക്കാമെന്ന്. അത് തന്നെ മൂടിക്ക് വലിയ കാര്യമായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ മൂടി അതിന് ഓക്കെ പറഞ്ഞു. അങ്ങനെ മാമലിന്റെ വീട്ടിലേക്ക് അവർ മാറി. അവിടുത്തെ ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ബെറ്റിക്കൊരു കാര്യം മനസ്സിലായത്. അവിടെ അന്ന് വലിയ ഏതോ മൗലവി വരാനുണ്ട്. അയാൾ വലിയ പിടിപാടൊക്കെയുള്ള വ്യക്തിയാണ്. അയാൾ വിചാരിച്ചാൽ മൂടിക്ക് ചിലപ്പോ ഏതെങ്കിലും ആശുപത്രിയിൽ വലിയൊരു ജോലി കിട്ടിയേക്കും. അന്ന് രാത്രിയിൽ സൽക്കാരം നടന്നു. ബെറ്റി തന്നെ ഇറാനിയൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അന്ന് ഭക്ഷണം കഴിക്കുമ്പോ മൗലവിയിൽ നിന്നും ബെറ്റിക്ക് നിർദ്ദേശം വന്നു, ബെറ്റി ഖുർആൻ പഠിക്കണം, അറബിയിൽ പറ്റിയില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പഠിച്ചാലും മതി, മകളെയും പഠിപ്പിക്കണം. മറുവശത്ത് ബെറ്റി ചിലതൊക്കെ പദ്ധതിയിടുകയായിരുന്നു. ബെറ്റി തന്റെ മകളെ ഓരോന്നും പറഞ്ഞേൽപ്പിച്ചു. നീ നിന്റെ പിതാവിനൊപ്പം പലപ്പോഴും പുറത്തു പോകണം. പോകുമ്പോ അറിയാത്ത മട്ടിൽ ഓരോയിടത്തു നിന്നും മറ്റൊരിടത്തേക്കുള്ള വഴികളും അങ്ങോട്ടേക്ക് പോകുന്ന വാഹനങ്ങളും അതിന്റെ ചിലവുകളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി പഠിക്കണം. എന്നിട്ട് വീട്ടിൽ വന്ന് അമ്മയ്ക്കതൊക്കെ പറഞ്ഞു തരണം. നാളുകൾ മുമ്പോട്ടേക്ക് പോയി. ബെറ്റിയും അവരുടെ നിർബന്ധപ്രകാരം ഖുർആൻ പഠിക്കാനും മറ്റുമായി പോയിരുന്നു. ആ പോവലിൽ ചില അറബി വാക്കുകളും പേർഷ്യൻ സംസാര ഭാഷയും ഒക്കെ കുറച്ചൊക്കെ പഠിച്ചെടുക്കാൻ ബെറ്റി ശ്രമിച്ചുകൊണ്ടിരുന്നു. പതിയെയാണെങ്കിലും ബെറ്റിനെ ഇവിടെ തുടരുമെന്നൊരു വിശ്വാസം മൂടിയുടെ ഉള്ളിൽ വളർന്നു വന്നു. അങ്ങനെയിരിക്കെയാണ് ഒരിക്കൽ പുറത്തു പോവാനുള്ള അവസരം ബെറ്റിക്ക് വന്നു കിട്ടിയത്. പുറത്തെത്തിയതും വഴിമാറിച്ചെന്ന ബെറ്റി അവിടെ ഒരു ഷോപ്പിലെത്തി. അവിടെ ഒരു ഫോൺ കണ്ടു. ഷോപ്പ് ഓണറോട് സംസാരിച്ച് കോൾ വിളിക്കാനുള്ള അനുവാദം അവൾ വാങ്ങി. ആ കടയുടമ മനുഷ്യപ്പറ്റുള്ള ഒരു വ്യക്തിയായിരുന്നു. ഫോണിലൂടെ സഹായത്തിനായി ബെറ്റി അഭ്യർത്ഥിക്കുന്നതും മറ്റും അയാൾ കേട്ടു. അയാളുടെ മകൻ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആയിരുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. ബെറ്റിയോട് സഹതാപം തോന്നിയ അവളോട് സംസാരിച്ചു. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇവിടെ വരാം, എന്റെ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ബെറ്റിയോട് അയാൾ പറഞ്ഞു. ബെറ്റിക്ക് വലിയ സമാധാനം തോന്നി. പിന്നാലെ ഹ്യൂമാനിറ്റേറിയൻ വർക്കിലുള്ള ഇറാനിയൻസായ ഹൊസൈനെയും സഹോദരിയെയും അയാൾ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. രക്ഷപ്പെടാൻ ഇവർ നിങ്ങളെ സഹായിക്കുമെന്നും പറഞ്ഞു. അന്ന് ആ ലേഡിയിൽ നിന്നുമാണ് ബെറ്റി ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. രക്ഷപ്പെടാൻ അവർ സഹായിക്കും, പക്ഷേ എങ്ങാനും പിടിക്കപ്പെട്ടാൽ അത് വലിയ ശിക്ഷയാണ് നൽകുക. കുറ്റത്തിന്റെ ശിക്ഷ തന്നെ ഭീകരമാണ്. ചിലപ്പോൾ നിങ്ങളെയും മകളെയും കൊല്ലാൻ വരെ വിധിച്ചേക്കാം. നജ്മി എന്നായിരുന്നു ആ ലേഡിയുടെ പേര്. നജ്മി തന്റെ നമ്പർ ബെറ്റിക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ നമ്പർ കാണാണ്ട് പഠിക്കണം, എവിടെയും എഴുതി സൂക്ഷിക്കരുത്. ബെറ്റി തിരികെ എത്തുമ്പോ വീട്ടിൽ മകളും മൂടിയും ഇരിക്കുന്നുണ്ട്. അന്ന് മകളെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടി മൂടി കൊണ്ടുപോയതായിരുന്നു. പക്ഷെ അവൾ അവിടെ വലിയ ബഹളം വെച്ച് കരയുകയൊക്കെയാണ്. അതുകൊണ്ട് തിരികെ കൊണ്ടുവരേണ്ടി വന്നു. അടുത്ത ദിവസം മുതൽ മകളുടെ കൂടെ സ്കൂളിൽ പോയിരിക്കാൻ ബെറ്റിയും ചെല്ലണം. എന്തായാലും ബെറ്റിക്ക് അതൊരു അവസരമായി മാറി. സ്കൂളിൽ മകളെ കൊണ്ടാക്കാനും സ്കൂൾ കഴിയുന്നവരെ മകളുടെ കൂടെ ഇരിക്കാനുമുള്ള അവസരം ബെറ്റിക്ക് കൈവന്നു. ക്ലാസ് എടുക്കുമ്പോൾ ബെറ്റി ഇരിക്കുന്നത് ടീച്ചേഴ്സ് റൂമിലാണ്. അവിടുത്തെ ടീച്ചർമാരോട് തന്റെ കഥകളും അതുവരെയുള്ള അവസ്ഥയുമൊക്കെ ബെറ്റി വിശദീകരിച്ചു. ബെറ്റിയെ ഓർത്ത് അവർക്കൊക്കെ സങ്കടമുണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ടെലിഫോൺ യൂസ് ചെയ്യാൻ അവർ ബെറ്റിയെ അനുവദിച്ചില്ല. നിയമം കർശനമാണ്. പിടിക്കപ്പെട്ടാൽ അതവർക്ക് വലിയ പ്രശ്നം തന്നെയാകുമായിരുന്നു. പക്ഷെ അവർ ബെറ്റിക്ക് ഒരു ഓഫർ കൊടുത്തു. ബെറ്റിക്ക് വേണമെങ്കിൽ സ്കൂളിലെത്തിയ ശേഷം പുറത്തു പോകാം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് വൈകിയെത്തിയാലും മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. പുറത്തു പോവാൻ അവസരം കിട്ടിയതും ബെറ്റി അത് ഉപയോഗിക്കാൻ തുടങ്ങി. ബെറ്റി ഹുസൈനെ കണ്ടു, നജ്മിയെയും. അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളെപ്പറ്റി ബെറ്റി മനസ്സിലാക്കി. ഇറാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല. ആകെയുള്ള വഴി ഇറാൻ ബോർഡർ താണ്ടി അടുത്തുള്ള രാജ്യത്തേക്ക് കടക്കലാണ്. അവിടുത്തെ അമേരിക്കൻ എംബസിയിൽ ചെന്നാൽ പിന്നെ രക്ഷ നേടാം. പക്ഷേ അടുത്തൊരു ദിവസം വലിയൊരു അപകടം സംഭവിച്ചു. ബെറ്റിയും മകളും സ്കൂളിലേക്ക് വൈകിയായിരുന്നു എത്തിയത്. അവർ എത്തുന്നതിന് മുമ്പേ മൂടി സ്കൂളിലെത്തിയിരുന്നു. അവർ വൈകി വരുന്ന കണ്ടതും കാര്യം മനസ്സിലായ മൂടി ബെറ്റിയെയും മകളെയും മർദ്ദിച്ചു. മകളെ സ്കൂളിലാക്കി ബെറ്റിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. ഒരവസരം കിട്ടിയപ്പോ കാറിൽ നിന്നിറങ്ങിയ ബെറ്റി ഓടി എംബസിയിൽ ചെന്ന് സഹായത്തിനായി അവിടെ നിന്ന് ആളെ കൂട്ടി തിരികെ സ്കൂളിലെത്തി. തന്റെ മകളെ തനിക്ക് വിട്ടുതരാൻ പറഞ്ഞു. പക്ഷെ നിയമപ്രകാരം ബെറ്റി അങ്ങനെ വന്ന് ചോദിച്ചാൽ മകളെ അവരുടെ കയ്യിലേൽപ്പിക്കാൻ പറ്റില്ലായിരുന്നു. അവിടെ വലിയൊരു സീൻ തന്നെ ഉണ്ടായി. എംബസിക്കാരി ബെറ്റിയെ ആശ്വസിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ മൂടിയുടെ വീട്ടിലേക്ക് തന്നെ ബെറ്റിക്ക് മടങ്ങേണ്ടി വന്നു. അന്ന് മൂടി എത്തുന്നതിന് മുമ്പേ ബെറ്റി മകൾക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. നമ്മൾ എംബസിയിൽ പോയ കാര്യവും ഒന്നും നിന്റെ വാപ്പച്ചിയോട് പറയരുത് എന്നാണ് ബെറ്റി പറഞ്ഞത്. നമ്മളെ രക്ഷപ്പെടുത്താൻ പോകുന്നവരെ പറ്റിയും അവിടെ പോയ കാര്യവും ഒരിക്കലും പറഞ്ഞു പോകരുത്. അങ്ങനെ വല്ലതും പറഞ്ഞു പോയാൽ നമുക്കൊരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ പറ്റില്ല. താനാരോടും പറയില്ലെന്ന് മകൾ ബെറ്റിക്ക് വാക്കുകൊടുത്തു. തന്നെ ഇവിടെ വിട്ടു പോകരുതെന്നും തനിക്കമ്മയ്ക്കൊപ്പം നിന്നാൽ മതി എന്നും അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ മകൾ പറഞ്ഞിരുന്നു. മൂടി ചോദിച്ചെങ്കിലും മകൾ സത്യങ്ങളൊന്നും അയാളോട് പറഞ്ഞില്ല. മൂടിക്ക് ദേഷ്യം വന്നു. ബെറ്റി ഒന്നിനും മടങ്ങുന്നില്ലെന്ന് കണ്ടതും
മകളെ ബലമായി അവിടെ നിന്നും അയാൾ പിടിച്ചുകൊണ്ടുപോയി. ബെറ്റിയെ മാത്രം അവിടെ വീട്ടിൽ തടവിലാക്കി. വീട്ടിലെത്തി പലതവണ മൂടി മകളോട് അവരെവിടെയാ പോയതെന്നൊക്കെ ചോദിച്ചെങ്കിലും ഞങ്ങളങ്ങനെ എവിടെയും പോയില്ല, പുറത്തു പോയപ്പോ വഴിതെറ്റി കുറെ കറങ്ങി എന്ന് മാത്രം അവൾ മറുപടി പറഞ്ഞു. ബെറ്റിയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി മൂടി ബെറ്റിയെ ആ വീട്ടിൽ പൂട്ടിയിട്ടു. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമേ അയാൾ വന്നിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ ഒരു ദിവസം യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ഷെല്ലാക്രമണത്തിൽ ബെറ്റി താമസിച്ചിരുന്ന ആ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ബോംബ് പതിച്ചു. അത് ബെറ്റിയെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. ബെറ്റിയുടെ ഉള്ളിൽ തന്റെ മകളെപ്പറ്റിയുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു. എന്തായാലും ഷെല്ലാക്രമണം നടന്നതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. മൂടി വന്ന് ബെറ്റിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. നാളുകൾ പിന്നീട് ഒരുപാട് മുമ്പോട്ടേക്ക് പോയി. വീണ്ടും മകളുടെ പിറന്നാൾ വന്നു. അത് എല്ലാവരെയും വിളിച്ചാഘോഷിക്കുകയും ചെയ്തു. അവരപ്പോഴേക്കും അമേരിക്കയിൽ നിന്ന് ഇറാനിൽ എത്തിച്ചേർന്നിട്ട് ഏകദേശം 2 കൊല്ലക്കാലമായിരുന്നു. ഈ കാലയളവ് കൊണ്ട് അത്യാവശ്യം ഇറാനിയൻ ഭാഷ സംസാരിക്കാൻ അവൾ പഠിച്ചു. അവിടുത്തെ രീതികളും കാര്യങ്ങളുമൊക്കെ ബെറ്റി മനസ്സിലാക്കി. ഇതിനിടയിൽ അവസരം കിട്ടുമ്പോഴൊക്കെയും ബെറ്റി ഹുസൈനെയും തന്നെ സഹായിക്കുന്ന നിജ്മിയെയും ചെന്ന് കാണും. അവരുടെ സഹായത്തോടെ ഇറാനിൽ നിന്ന് കടക്കാനും രക്ഷപ്പെടാനുള്ള കാര്യങ്ങളുമൊക്കെ അവൾ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഫേക്ക് ഡോക്യുമെന്റ്സും മറ്റും തയ്യാറായതായി ഒരു ദിവസം ഹുസൈൻ ബെറ്റിയെ അറിയിച്ചു. ക്രിസ്മസ് വരെ കാത്തിരിക്കാനും അത് കഴിയുമ്പോൾ ഉടൻ പുറപ്പെടാം എന്നും ഹുസൈൻ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നാലെയാണ് വലിയ പ്രശ്നം നടക്കുന്നത്. ക്രിസ്മസ് ആയിട്ടും അവരുടെ ആ പദ്ധതി നടന്നില്ല. ബെറ്റിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്ന പാത ഇപ്പോൾ കൂടുതൽ അപകടമായി ായിരിക്കുകയാണ്. മറ്റൊരു പാത അവർക്ക് തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. അവളുടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ജനുവരി 29-നാണ്. അതിനകം ആ രാജ്യത്തേക്ക് അവൾ എത്തിപ്പെടണം. അതിനുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാം എന്ന് ഹുസൈൻ വാക്കുകൊടുത്തു. പക്ഷേ ഇതിനിടയിൽ അടുത്ത വലിയൊരു പ്രശ്നം സംഭവിച്ചു. അമേരിക്കയിൽ നിന്നും ബെറ്റിക്ക് കോൾ വന്നു. ബെറ്റിയുടെ പിതാവ് തീരെ സുഖമില്ലാതായിരിക്കുകയാണ്. അവളുടെ അച്ഛന് അവളെ കാണണമെന്നുണ്ട്. ആ വിവരം മൂടിയും അറിഞ്ഞു. മൂടി ബെറ്റിക്ക് അമേരിക്കയിലേക്ക് പോവാൻ പെർമിഷൻ കൊടുത്തു. പക്ഷേ മകളെ കൂടെ വിടില്ല. അമേരിക്കയിലേക്ക് ബെറ്റിയെ വിടാൻ മറ്റൊരു കാരണവുമുണ്ട്. അവിടെ ബെറ്റിയുടെയും മൂടിയുടെയും കുറച്ച് സ്വത്തുക്കളുണ്ട്. അവിടെ എത്തുന്ന ബെറ്റി അതൊക്കെ വിറ്റ് ആ പണവുമായി തിരികെ ഇറാനിലേക്ക് വരണം. അതാണ് കണ്ടീഷൻ. ബെറ്റി പിന്നാലെ ഹുസൈനെ കണ്ടു. കാര്യങ്ങൾ ഹുസൈനുമായി സംസാരിച്ചു. ഹുസൈൻ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതത്ര എളുപ്പമല്ല. ഒരിക്കൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരികെ വരൽ വലിയ ബുദ്ധിമുട്ടാകും. മാത്രമല്ല നിങ്ങൾ മകളെ മൂടിക്കടുത്താക്കി പോകുന്നതും അപകടമാണ്. കാരണം ഇവിടെ 9 വയസ്സ് മുതൽ പെൺകുട്ടികളുടെ വിവാഹം ലീഗലാണ്. മകളെ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളില്ലാത്ത സമയം നോക്കി ചിലപ്പോൾ മൂടി ഇവിടെയുള്ള മറ്റാർക്കെങ്കിലും മകളെ വിവാഹം ചെയ്തു കൊടുക്കും. ബെറ്റി അത് കേട്ടു. ക്ഷമയോടെ കാത്തിരിക്കാനും അവിടെ നിന്ന് കടന്നു പോകാനും ബെറ്റി മനസ്സിലുറപ്പിച്ചു. അന്ന് മൂടിയെത്തിയപ്പോൾ പറഞ്ഞു, നിനക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 26-നാണ് ഫ്ലൈറ്റ് ഉള്ളത്. നിനക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് എനിക്കറിയാം. നീ പൊക്കോ, അതിൽ പ്രശ്നമൊന്നുമില്ല. അവിടെത്തി എല്ലാ വസ്തുക്കളും വിറ്റ് പണം എന്റെ അക്കൗണ്ടിലേക്ക് ഇടണം. പിന്നെ ആവശ്യമില്ലാത്ത വല്ലതും ചെയ്യാൻ നോക്കിയ അറിയാലോ, പിന്നെ ജന്മത്ത് നിനക്ക് നിന്റെ മകളെ കാണാൻ പറ്റിയെന്ന് വരില്ല. ബെറ്റി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന വാർത്ത മൂടിയുടെ ബന്ധുക്കൾ അറിഞ്ഞിരുന്നു. അടുത്ത ദിവസം അവരെല്ലാവരും ബെറ്റിയെ കാണാൻ വേണ്ടി വീട്ടിലെത്തി. അന്നാണ് മറ്റൊന്നുകൂടി നടക്കുന്നത്. മൂടി വർക്ക് ചെയ്യുന്ന ഇടത്തു നിന്ന് ഒരു എമർജൻസി കേസുണ്ടെന്ന് പറഞ്ഞ് അയാൾക്കൊരു കോൾ വന്നു. മൂടിക്ക് വേഗം അവിടെ നിന്ന് പോവേണ്ടി വന്നു. വന്നെത്തിയ ബന്ധുക്കളാകട്ടെ TV കണ്ടതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് കടന്നു വന്ന ബെറ്റി നല്ല രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന മൂടിയുടെ ബന്ധുക്കളോട് പറഞ്ഞു, നാളെ ഞാൻ പോവുകയാണല്ലോ. എന്റെ പിതാവിന് വേണ്ടി എന്തെങ്കിലും സമ്മാനം വാങ്ങണം. ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. വർഷങ്ങളത്രയും പിന്നിട്ട് അവർക്കിടയിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ബെറ്റിയെ അവരാരും സംശയിച്ചതേയില്ല. നീ പോയിട്ട് വാ എന്ന് പറഞ്ഞ് അവർ ബെറ്റിയെ പറഞ്ഞയച്ചു. ബെറ്റിയാകട്ടെ അത് അവസരമായിട്ടെടുത്തു. ബെറ്റി മകളെയും കൂട്ടി നേരെ മാർക്കറ്റിലെത്തി. അതായിരുന്നു കൃത്യമായ സമയം. ഫോൺ വിളിച്ച് ഹുസൈനെ വിവരം ധരിപ്പിച്ചു. രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഇപ്പോൾ പുറപ്പെടണം. മറ്റൊരു അവസരം ഇനിയില്ല. ഹുസൈൻ സഹായിച്ചു. രാത്രി തന്നെ ഒരു കടത്തലുകാരന്റെ ഒപ്പം ബെറ്റിയെ മറ്റൊരു നാട്ടിലേക്ക് കടത്താൻ അവർ തീരുമാനിച്ചു. അവളെ തുർക്കിയിലേക്ക് കടത്താനായിരുന്നു അവരുടെ തീരുമാനം. അവിടെ അങ്കാരയിൽ അമേരിക്കൻ എംബസിയുണ്ട്. അവിടെ എത്തിച്ചേർന്നാൽ ബെറ്റിക്ക് രക്ഷപ്പെടാം. പക്ഷെ ആ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. അപകടം നിറഞ്ഞ വഴികളിലൂടെ വേണം ബോർഡർ താണ്ടി തുർക്കിയിലെത്താൻ. പോകുന്ന വഴിയിൽ നിരവധി കഷ്ടപ്പാടുകൾ അവർ അനുഭവിച്ചു. എന്നിരുന്നാലും കടത്തലുകാരന്റെ സഹായത്തോടെ ഒരു തരത്തിൽ എല്ലാത്തിനെയും അതിജീവിച്ച് ഒടുവിൽ അവർ അങ്കാരയിൽ എത്തിച്ചേർന്നു. അങ്കാരയിലെ അമേരിക്കൻ എംബസിയിലേക്ക് നടന്നെടുക്കുമ്പോൾ ബെറ്റിയുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ആശ്വാസം അനുഭവപ്പെട്ടിരുന്നു. ദൂരെ നിന്നും അവൾ അമേരിക്കൻ ഫ്ലാഗ് കണ്ടു. അത്രമേൽ
അവർ സന്തോഷിച്ച മറ്റൊരു നിമിഷവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ബെറ്റി പിന്നീട് രേഖപ്പെടുത്തിയത്. അങ്ങനെ 1986 ഫെബ്രുവരി 9 അമേരിക്കയിലേക്ക് തിരികെ എത്താൻ ബെറ്റിക്കും മകൾക്കും സാധിച്ചു. ബെറ്റി പിന്നീട് തന്റെ ജീവിതം അത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. അവർ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറി. ബെറ്റി മഹ്മൂദിയുടെ യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.